നമസ്കാരം സനുജി. നമസ്കാരം. പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ ചില നിലപാടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും മുനമ്പം വിഷയം പോലുള്ള കാര്യങ്ങളിൽ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കും അധികാരത്തിൽ വന്നാൽ എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ BJP അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടോ? BJP മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്നതാണ് ശരി. അപ്പോൾ ഈ വിഷയത്തിൽ ചോദിക്കുന്നത് ആ നിലപാട് തന്നെയാണോ വി.ഡി. സതീശനുള്ളത്? പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടി കേരളം ഭരിക്കുന്ന വി.ഡി. സതീശന് പഴയ നിലപാട് തന്നെയാണോ എന്നാണ് BJP ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഹരി, കാര്യം 10 മിനിറ്റ് കൊണ്ട് ഇത് പരിഹരിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ അധികാരത്തിൽ വന്നിട്ട് 10 ദിവസമായി. പക്ഷേ ഇപ്പോഴും ഇതിൽ ഒരു തകിടം മറിച്ചിൽ നമ്മൾ കണ്ടതാണ്. കാര്യം ഇന്നലെ ഈ വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈറ്റ് അല്ലേ, എന്തോ അതിൻ്റെ പേര്, ഉമൈദ് പോർട്ടലിൽ കൃത്യമായി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൃത്യമായി മുഖ്യമന്ത്രി ഈ പറഞ്ഞ മുസ്ലിം സംഘടനകൾക്ക് വഴങ്ങി എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല 4 വോട്ടിന് വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് അവർ മുനമ്പത്തെ ജനങ്ങളെ, സഭാവിശ്വാസികളെ, സഭാധിപന്മാരെ ഒക്കെ വഞ്ചിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നതെന്ന് വളരെ കൃത്യമായി തന്നെ BJP വിലയിരുത്തുന്നുണ്ട്. കെ സുരേന്ദ്രൻ ഇന്ന് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അദ്ദേഹം ഈ കാര്യത്തിൽ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് ജസ്റ്റ് ആ ബൈറ്റ് ഒന്ന് കേട്ടതിന് ശേഷം തിരിച്ചു വരാം. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആ വിഷയം തണുപ്പിക്കാൻ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ വി.ഡി. സതീശൻ അവറുകൾ, ഇന്നത്തെ മുഖ്യമന്ത്രി, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ് പറഞ്ഞത്. അത് വെറുതെ ഒരു 10 മിനിറ്റിൻ്റെ കാര്യമല്ല അദ്ദേഹം പറഞ്ഞത്. സെക്ഷൻ 97 അനുസരിച്ച് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് വഖഫ് ബോർഡ് ഒരു നോട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ആ നോട്ട് ടൈപ്പ് ചെയ്യാനുള്ള സമയമാണ് 10 മിനിറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്, ഞാൻ എന്തെങ്കിലും ഒരു ഉണ്ടാക്കി പറയുന്ന കാര്യമല്ല. സെക്ഷൻ 97 അനുസരിച്ച് ഇത് വഖഫ് ഭൂമിയല്ല എന്നുള്ള ഒരു നോട്ട്, അത് ടൈപ്പ് ചെയ്യാനുള്ള 10 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. UDF സർക്കാർ ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ കേരളത്തിലെ വഖഫ് ബോർഡ് ഇത് വഖഫ് ഭൂമിയാണെന്ന് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരിക്കും. വഖഫ് ബോർഡ് ചെയർമാൻ തന്നെ ഇന്നലെ പറയുന്നു, അന്നത്തെ നിലപാടല്ല ശ്രീ വി.ഡി. സതീശൻ എന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ എന്നാണ്. ഞങ്ങൾ ആ നിമിഷം മുതൽക്ക് തന്നെ പറഞ്ഞിരുന്നു, ഭാരതീയ ജനതാ പാർട്ടി ആ നിമിഷം തന്നെ പറഞ്ഞിരുന്നു, വി.ഡി. സതീശനും UDFും മുനമ്പൻ നിവാസികളെയും സഭാപിതാക്കന്മാരെയും കബളിപ്പിക്കുകയാണ്. മുനമ്പം സമരത്തിന് പിന്തുണ നൽകുകയും ആ സമരത്തിൻ്റെ ചാലകശക്തിയായി പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്ത സഭാപിതാക്കന്മാരെയെല്ലാം ശ്രീ വി.ഡി. സതീശൻ കബളിപ്പിക്കുകയാണ്, പച്ചയായി കബളിപ്പിക്കുകയാണെന്നാണ് അന്ന് BJP പറഞ്ഞത്. ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയല്ലോ ഇപ്പോൾ. കാരണം UDF അതിൻ്റെ നൈസർഗികമായിട്ടുള്ള ജൈവഘടന ഇത്തരത്തിലുള്ള മതമൗലികവാദ നിലപാടുകളോടൊപ്പമാണ്. മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും വെറുപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനവും എടുക്കാൻ കഴിവില്ലാത്ത മുഖ്യമന്ത്രിയാണ് ശ്രീ വി.ഡി. സതീശൻ. 10 മിനിറ്റ് കഴിഞ്ഞ് 10 ദിവസമായി. ഈ വഖഫ് പോർട്ടലിൽ ഇത് എങ്ങനെ അപ്ലോഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ പൊസഷൻ സർട്ടിഫിക്കറ്റും ടാക്സ് റെസീറ്റും വേണം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തിൽ സുചിന്തിതമായൊരു നിലപാടെടുത്തതാണ്. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. നിലവിൽ മുനമ്പത്തെ വീട്ടുകാരുടെ കൈവശ സർട്ടിഫിക്കറ്റും അവരുടെ പേരിലുമാണ് ടാക്സ് റെസീറ്റും. പിന്നെ എന്ത് വ്യാജരേഖ ഉണ്ടാക്കിയാണ് ഇപ്പോഴത്തെ വഖഫ് ബോർഡ് ഈ പോർട്ടലിൽ ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്? ശ്രീ വി.ഡി. സതീശൻ അന്വേഷിച്ചോ? ഇപ്പോഴത്തെ വഖഫ് ബോർഡ് തന്നെ നിയമവിരുദ്ധമായിട്ടാണ് ശ്രീ പിണറായി വിജയൻ, അന്നത്തെ മുഖ്യമന്ത്രി, ഉണ്ടാക്കിയിട്ടുള്ളത്. പുതിയ വഖഫ് അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് 2 നോൺ മുസ്ലിം മെമ്പേഴ്സ് വേണം അതിൽ. അതില്ലാതെയാണ് തിടുക്കത്തിൽ തെരഞ്ഞെടുപ്പിന് 3 മാസം മുമ്പ് ശ്രീ പിണറായി വിജയൻ സർക്കാർ വഖഫ് ബോർഡിനെ നോമിനേറ്റ് ചെയ്തത്. ഇതറിയാത്ത ആളാണോ വി.ഡി. സതീശൻ?
ആ വഖഫ് ബോർഡിന് നിയമസാധുതയില്ല. ശ്രീ വി ഡി സതീശന് ആത്മാർത്ഥതയുടെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ വഖഫ് ബോർഡിനെ അദ്ദേഹം പിരിച്ചുവിടണം. ഇത് വഖഫ് ഭൂമിയല്ല എന്ന് എഴുതിക്കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞ വാഗ്ദാനത്തിൽ ഇപ്പോഴും ശ്രീ വി ഡി സതീശൻ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമായി. ഹരി, വളരെ വ്യക്തമാണ്, അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ്. കാര്യം ഈ മുഖ്യമന്ത്രി കടുത്ത വഞ്ചന തന്നെയാണ് മുനമ്പം നിവാസികളോടും അതുപോലെ തന്നെ സഭയുടെ ആൾക്കാരോടും ചെയ്തിരിക്കുന്നത്. വലിയ വാഗ്ദാനമാണ് അവർക്ക് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നൽകിയത്. കാര്യം അവരെ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചു വാങ്ങിച്ച വോട്ട്, അങ്ങനെയാണ് UDF വലിയൊരു ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിഞ്ഞത്. പക്ഷേ അവരെ ഈ പാലം കടക്കുമ്പോൾ കൂരായണ എന്ന് പറയുന്നത് പോലുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. പാലം കടന്നപ്പോൾ സതീശൻ മുനമ്പം നിവാസികളെ മറന്നിരിക്കുന്നു, സഭാധ്യക്ഷന്മാരെ മറന്നിരിക്കുന്നു, കടുത്ത വഞ്ചന അവരോട് കാട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് BJPയുടെ മുൻ അധ്യക്ഷൻ സുരേന്ദ്രൻ, സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ആ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇത് കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഹരി കാര്യങ്ങൾ. കാര്യം വഖഫുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കുറേ വാർത്തകൾ ചെയ്തതാണ് അല്ലേ. മുനമ്പം നിവാസികളുടെ ഒരു ആശങ്ക ഒരുപക്ഷെ മുനമ്പത്ത് മാത്രം ഒതുങ്ങുന്ന രീതിയിലല്ല ഈ വഖഫിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കാണുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതുമാത്രമല്ല, സാധ്യതയല്ല, അതൊരു യാഥാർത്ഥ്യമായി തന്നെ പലയിടത്തും വന്നിട്ടുണ്ടായിരുന്നു. മുനമ്പം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് തള്ളിക്കളയാനും കഴിയില്ല. മുനമ്പം നിർത്തിക്കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരുപാട് ഭൂമികൾ വഖഫ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഒരു നിയമ ഭേദഗതി ഇടയ്ക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ട് കാര്യമായ ഒരു വ്യത്യാസം ഉണ്ടായില്ലേ എന്നുള്ളത്. എന്താണ് ഹരി അതിനെ നമുക്കൊരു മറുപടി കൊടുക്കാൻ പറ്റുക? അല്ല, നിയമ ഭേദഗതി കൊണ്ടുവന്നത് കൊണ്ടാണ് അവർ ഇനി മറ്റൊരു ഭൂമി അടിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ട്, അടിച്ചു മാറ്റും എന്ന പദം തീർച്ചയായിട്ടും ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. കാരണം പല ഭൂമികളും, അതായത് വഖഫ് ഭൂമിയാണ് എന്ന് വഖഫിന് സംശയം തോന്നിയാൽ പോലും ആ ഭൂമി കൈവശം വയ്ക്കുവാൻ, ആ ഭൂമി പിടിച്ചെടുക്കുവാനും ഒക്കെയുള്ള അധികാരം വഖഫ് ബോർഡിനുണ്ട്. അതായത് രാജ്യത്തിൻ്റെ ഏത് ഭൂമിയും സ്വന്തമാക്കുവാനുള്ള അധികാരാവകാശം ഒരു മതത്തിൻ്റെ പേരുള്ള ഒരു ബോർഡിന് സ്വന്തമാകുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. അതിന് കാര്യമായ രീതിയിലുള്ള വ്യതിയാനം സംഭവിക്കുന്നത് നിയമ പരിഷ്കരണത്തോടു കൂടിയാണ്. ആ പരിഷ്കരണം ഇല്ലായിരുന്നുവെങ്കിൽ വീണ്ടും ഇതേ രീതിയിൽ ഇനി ആ ഭൂമി അവർ സ്വന്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ വാദിക്കേണ്ടത്, ഉടമസ്ഥൻ വാദിക്കേണ്ടതും വഖഫിൻ്റെ ട്രിബ്യൂണലിനോടാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും, ജീവനെന്നല്ല സ്വത്തിന് യാതൊരു തരത്തിലുള്ള ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത തരത്തിലുള്ള നിയമങ്ങൾ നിർമ്മിച്ചു വയ്ക്കുന്നതിന് കോൺഗ്രസിനെ കഴിഞ്ഞ് മറ്റാരെങ്കിലും ഉള്ളൂ. എന്തായാലും ആ കാര്യങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള പരിവർത്തനം സൃഷ്ടിച്ചെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ മുനമ്പം വിഷയത്തിൻ്റെ കാര്യത്തിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉമൈദ് പോർട്ടലിൽ നിങ്ങൾക്ക് എത്ര വസ്തു ഉണ്ടെന്ന് രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് അറിയണം, തിരിച്ചറിയണം. അതുകൊണ്ടാണ് അവരെ കൊണ്ട് ഉമൈദ് പോർട്ടലിൽ ഈ മുത്തുവല്ലിമാരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്നത്, ഈ വഖഫിൻ്റെ ചുമതലയുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ ഈ കാര്യം ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ നേരത്തെ ഇതൊന്നും ആയിരുന്നില്ല. അവർക്ക് ഇഷ്ടം പോലെ രീതിയിൽ ഏത് ഭൂമിയോണോ കൈവശിക്കും. അതുപോലെ തന്നെയാണ് ഈ മുനമ്പത്തെ വിഷയത്തിൽ, മുനമ്പത്തിൻ്റെ വിഷയത്തിൽ ആ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇഷ്ടമുള്ള ഭൂമി നേടിയെടുക്കാം. ഇന്നിപ്പോൾ വഖഫിൻ്റെ ചെയർമാൻ, കേരളത്തിൻ്റെ ചെയർമാനെ KS ഹംസ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് VD സതീശന് പഴയ നിലപാടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പഴയ നിലപാടുണ്ടാകാനുള്ള സാധ്യതയും ഇല്ല എന്നൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊരു കോൺഫിഡൻസ് ആണ് KS ഹംസയ്ക്ക് ഈ കാര്യത്തിൽ. അല്ല, അവിടെയാണ് BJP ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാനാണ് BJP ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. വളരെ കറക്റ്റാണ്. കാര്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെയായിരിക്കും ഞങ്ങൾ ഈ ഒരു വിഷയത്തിൽ കൈക്കൊള്ളുന്ന സമീപനമെന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ട് അത് കഴിയുമ്പോൾ നേരെ കവാത്തുമറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ മുഖ്യമന്ത്രി കൃത്യമായി ഈ ഒരു വിഷയത്തിൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണല്ലേ? തീർച്ചയായും. മുഖ്യമന്ത്രി എന്നാൽ കേരളത്തിന്റെ മുഴുവൻ മുഖ്യമന്ത്രിയാണ്, അല്ലാതെ ഏതെങ്കിലും മതജാതി വിഭാഗത്തിന്റെ മാത്രം മുഖ്യമന്ത്രിയല്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും മറുപടി പറയേണ്ടതുണ്ട്. അവിടുത്തെ സഭാവിശ്വാസികളോട് മറുപടി പറയുന്നുണ്ട്, അവിടുത്തെ മനുഷ്യരോട് മറുപടി പറയുന്നുണ്ട്. അവർക്ക് ജീവിക്കുവാനുള്ള, അവർക്ക് കഴിഞ്ഞുകൂടുവാനുള്ള ഒരു കിടപ്പാടത്തിന്റെ കാര്യമാണ്. അല്ലാതെ അവർക്ക് മണിമാളിക പണിയുവാനുള്ള സ്വത്തിന് വേണ്ടിയിട്ടല്ല സർക്കാരിനോട് ചോദിക്കുന്നത്. അതും അവർ പൈസ കൊടുത്ത് വാങ്ങിയ സ്വത്തിനോടാണ് ഇവർക്ക് കണക്ക് പറയേണ്ടത്, മറുപടി
പറയേണ്ടത് എന്നതാണ്. ആ സ്വത്തിൽ നിന്ന് അവരെ ഇപ്പോൾ KS ഹംസ ഇന്ന് പറഞ്ഞിരിക്കുന്ന മറുപടി ഇങ്ങനെയാണ്. ഒരു സ്വകാര്യ ചാനലിന് കൊടുത്ത മറുപടി ഈ തരത്തിലാണ്. അതായത് അവിടുത്തെ സ്വത്തുക്കൾ വഖഫ് ബോർഡ് പിടിച്ചെടുത്തുവാൽ അതിന് ഈ വഖഫ് ബോർഡിന് യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല. അവർ പൈസ വാങ്ങാനുണ്ടെങ്കിൽ അവർ പൈസ കൊടുത്ത ആൾക്കാരോട് വാങ്ങണം, പൈസ കൊടുത്ത ആൾക്കാരോട് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഒരു പരിഗണനയും കൊടുക്കാതെ ഒരു മനുഷ്യത്വ മൂല്യവും ഇല്ലാതെ കൈ കഴുകുകയാണ് വഖഫിൻ്റെ ചെയർമാൻ ചെയ്തത്. ആ ചെയർമാൻ തന്നെ പറയുന്ന മറ്റൊരു കാര്യം ഏറെ ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പഴയ നിലപാടുണ്ടാകാൻ സാധ്യതയില്ല എന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതായിരുന്നു. അവർക്ക് വളരെ വ്യക്തമാണ് മുഖ്യമന്ത്രി ഏത് രീതിയിലുള്ള നിലപാട് കൈക്കൊള്ളണം, മുഖ്യമന്ത്രി എങ്ങനെ പെരുമാറണമെന്ന് അവരാണ് മുഖ്യമന്ത്രിയെ ചട്ടം പഠിപ്പിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതെ, മുഖ്യമന്ത്രിക്ക് അതിൽ നിന്ന് യാതൊരു ഒഴിഞ്ഞു മാറുവാനായിട്ട് നിവർത്തിയില്ല. കാരണം 22 MLA മുസ്ലിം ലീഗ് അവരോടൊപ്പമാണ്. ഈ മുസ്ലിം ലീഗ് പറഞ്ഞതാണ് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി തന്നെയാണ് എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും VD സതീശന് ചിലപ്പോൾ അതിൽ നിന്നും, കാരണം VD സതീശൻ ആരുടെ നോമിനേറ്റഡ് CM ആണ് എന്ന് വലിയ ചർച്ചയുണ്ടായിരുന്നതാണ്. ലീഗിൻ്റെ അവസാനത്തെ വാക്കിൽ കുടുങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രിയായ ആളാണ് VD സതീശൻ. അല്ലാതെ ജനങ്ങളുടെ ഒരു പോപ്പുലർ വിൽ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പറവൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് തന്നെയാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. പക്ഷേ പാർട്ടി തലത്തിൽ 3 മുഖ്യമന്ത്രിമാരുടെ ചർച്ചയുണ്ടായപ്പോൾ അതിൽ നിർണായകമായ സാന്നിധ്യവും ശബ്ദവും മുസ്ലിം ലീഗിൻ്റെ ആയിരുന്നു. ആ മുസ്ലിം ലീഗിൻ്റെ വാക്കിൽ നിന്നാണ് ഹൈക്കമാൻഡിൽ നിന്നൊരു തീരുമാനം ഉണ്ടാകുന്നത്, VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നത്. ആ VD സതീശന് എങ്ങനെയാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ്. അതായത് മുഖ്യമന്ത്രി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് എന്നൊരു ഗ്യാരണ്ടി കൊടുക്കേണ്ടതുണ്ട് VD സതീശൻ. ഇത് കാര്യത്തിൽ തീർച്ചയായും 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും എന്ന് പറഞ്ഞ VD സതീശൻ 10 ദിവസങ്ങൾക്ക് ശേഷമെങ്കിലും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണം. വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് ഇവിടുത്തെ മനുഷ്യർക്ക് നേരെയാണെങ്കിൽ, ഇവിടുത്തെ താൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മുഖ്യമന്ത്രി അല്ല എന്ന് പറയുവാൻ വേണ്ടിയിട്ട് പൂർണ്ണമായും ആ പേര് പറഞ്ഞ മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹം വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. അത് ഇനി കാണേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന് എന്ത് തീരുമാനമെടുക്കാൻ കഴിയുമെന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ KS ഹംസ ഉൾപ്പെടെയുള്ള ഈ വഖഫിൻ്റെ ചെയർമാൻമാരൊക്കെ പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പഴയ തീരുമാനമില്ല എന്നാണ്. ഹരി, ഒരു കാര്യം കൂടെ, ഇതിൻ്റെ ഒരു മറുവശം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ LDF ഭരണകാലത്ത് അവരെങ്ങനെയാണ് ഈ വഖഫ് വിഷയത്തെ കൈകാര്യം ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ വലിയ ഒരു ഭീതി ഉണർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അവിടെ നിന്നാണ് ഇപ്പോൾ UDFൻ്റെ കയ്യിലേക്ക് ഭരണം എത്തുന്നത്. അപ്പോഴും മുനമ്പം നിവാസികൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് വീണ്ടും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വഖഫിലെ അല്ലെങ്കിൽ ഈ വഖഫിൻ്റെ നിയമത്തിൽപ്പെട്ട് കിടക്കുന്ന മുനമ്പം പോലുള്ള സ്ഥലങ്ങളിലെ ജനതയ്ക്ക് ആരാണ് രക്ഷകൻ എന്നുള്ളത് ഈ ഒരു സമയത്ത് വലിയൊരു ചോദ്യമായി മാറുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ രക്ഷകൻ ആര് എന്നതിനൊരു സംശയവുമില്ല. അത് BJP തന്നെയാണ്. അന്നും ഇന്നും അവരോടൊപ്പം നിന്നത്, അവർക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുവാൻ തയ്യാറാകുന്നതും അവർ തന്നെയാണ്. 3 MLA ഇന്നിപ്പോൾ കേരളത്തിൻ്റെ നിയമസഭയിലുണ്ട്. അവർ ഈ വിഷയം ചോദിക്കുക തന്നെ ചെയ്യും. VD സതീശന് മറുപടി പറയേണ്ടി വരും. മറുപടി പറഞ്ഞേ മതിയാവും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനോട്. അതിന് വേണ്ടിയിട്ട് അവർ കച്ചമുറുക്കി ഇറങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണല്ലോ, അതായത് സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് ഞങ്ങൾ ഈ നാട്ടിലെ പ്രതിപക്ഷമാണ് എന്ന ഉറച്ച ശബ്ദത്തോടു കൂടി ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണത്. അതായത് ജനങ്ങളെ വരവേൽക്കുവാനായിട്ട്, ജനങ്ങളെ അഭിമുഖീകരിക്കുവാനായിട്ട് കഴിവില്ലാത്തൊരു മുഖ്യമന്ത്രി എന്ന പാർട്ടി തന്നെ പറഞ്ഞ അദ്ദേഹമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി വരുന്നത്. മുഷിഞ്ഞ വസ്ത്രവുമായി വരുന്ന ഒരു ജനത്തിനും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് സ്ഥാനമില്ല. ആ രീതിയിൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞു എന്ന പാർട്ടി കേന്ദ്രങ്ങളെല്ലാം ഒന്നടങ്കം പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവാകുന്നത്. സ്വാഭാവികമായും മുഷിഞ്ഞ വസ്ത്രവുമായി വരുന്ന സാധാരണക്കാരായിട്ടുള്ള മുനമ്പം നിവാസികൾക്ക് ഏക ആശ്രയം NDA തന്നെയായിരിക്കും. 3 MLA ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അവരിത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും കാര്യമുണ്ട് എങ്കിൽ അതും സംഭവിക്കുക തന്നെ ചെയ്യും. എന്തായാലും മുനമ്പം നിവാസികൾക്ക് ഉറക്കമില്ലാത്ത പഴയതുപോലെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കില്ല. മറുപടി പറയിക്കും ഉറപ്പായും. തീർച്ചയായിട്ടും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അനൂപ് ആന്റണിയുടെ ഒരു പ്രതികരണം കൂടി ഒരു നിമിഷം വരുന്നുണ്ട്. മുനമ്പത്തെ വെറും 10 മിനിറ്റ് കൊണ്ട് ലീഗ് സ്പോൺസേഡ് മുഖ്യമന്ത്രി ചതിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. VD സതീശന്റെ വാക്കും പഴകിയ ചാക്കും ഒരുപോലെയാണെന്നാണ് അനൂപ് ആന്റണി, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ അനൂപ് ആന്റണി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും
ഈ ഒരു വിഷയം ഇപ്പോൾ നിയമസഭ തുടങ്ങാനിരിക്കുകയാണ്. സഭ തുടങ്ങുമ്പോഴേക്കും BJP MLA-മാർ വലിയൊരു വിഷയമായി തന്നെ ഇത് സഭയുടെ നടുത്തളത്തിൽ ഉന്നയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.